കൊല്ലം സുധിയും രേണു സുധിയും ഇന്ന് കേരള സോഷ്യൽ മീഡിയ ലോകത്ത് കൂടുതൽ ഫേമസ് ആയി നിൽക്കുന്ന രണ്ട് പേരുകളാണ്. ഇതിൽ കൊല്ലം സുധി എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് മരണപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ വൈഫാണ് ഈ രേണു സുധി എന്ന് പറയുന്നത്. സോ ഈ ഒരു ആർട്ടിസ്റ്റിന്റെ മരണശേഷം ഈ രേണു സുധി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ ആ ഒരു മരണ വാർത്തയിൽ നിന്ന് റിക്കവർ ആകുക അല്ലെങ്കിൽ അതിജീവിച്ച് വരിക എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിലായിരുന്നു വീഡിയോകൾ അപ്ലോഡ് ചെയ്തിരുന്നത്. ഞാനും അത് കണ്ടിരുന്നു, അതിനെ അപ്രിഷ്യേറ്റ് ചെയ്തിരുന്നു. പിന്നീട് ആ ഒരു ട്രാക്ക് മാറുകയും നമ്മൾ ഇന്ന് കാണുന്ന ഒരു കോൺട്രവേഴ്ഷ്യൽ ലെവലിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തു. അതായത് ഈ വീഡിയോകളുടെ തുടക്കം എന്ന് പറയുന്നത് ഒരു ഭർത്താവിനെ നഷ്ടപ്പെട്ട സ്ത്രീയുടെ അതിജീവനം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലായിരുന്നെങ്കിൽ ഇന്നത് പക്ക കോൺട്രവേഴ്ഷ്യൽ അല്ലെങ്കിൽ ഒരു PR വർക്ക് സെറ്റപ്പിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. ഇൻ്റർവ്യൂസ്, റിയാക്ഷൻ വീഡിയോകൾ, അല്ലെങ്കിൽ ഒരുമാതിരി ബോൾഡ് സ്റ്റേറ്റ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു മൊത്തം ഡ്രാമ സിറ്റുവേഷൻ മാറിയിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ തുടക്കം ഒരു വ്യക്തിയുടെ മരണമായതുകൊണ്ട് തന്നെ ഡ്രാമ എന്ന് വിളിക്കുന്നത് ഒരു മോശം കാര്യമാണ്. പക്ഷേ വിളിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ആ മരണപ്പെട്ടു പോയ വ്യക്തിക്ക് ശേഷം സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളാണ്. ഓക്കെ, സോ ഫസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ത്രീയുടെ അതിജീവനത്തിൻ്റെ ഭാഗമായിട്ട് അവർ ഒരുപാട് ഫോട്ടോഷൂട്ടുകളും റീൽസൊക്കെ ചെയ്തിരുന്നു. ഒരു കോപ്പി മെക്കാനിസം ആയിരിക്കാം. അതായത് വേണ്ടപ്പെട്ട ഒരാൾ മരണപ്പെട്ടു പോകുമ്പോഴത്തേക്ക് അതിനെ എങ്ങനെയും കോപ്പി ചെയ്യണമല്ലോ. സോ ഒരു കോപ്പി മെക്കാനിസം ആയിരിക്കാം. അതിനുശേഷം ഒരുപാട് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നിരുന്നു. ഒരുപാട് മാരേജ് കാര്യങ്ങൾ, ബന്ധപ്പെട്ട റിലേഷൻഷിപ്പ് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംഭവിച്ചിരുന്നു. അങ്ങനെ ഈ ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം കണ്ടന്റ് ക്രിയേറ്ററൊക്കെ ആയിട്ട് രേണുസുധിയുടെ വീഡിയോ ഒക്കെ ഞാൻ കണ്ടിരുന്നു. ഞാൻ അതിനെ അപ്രിഷ്യേറ്റ് ചെയ്തു. കാരണം ഒരു സ്ത്രീയുടെ അതിജീവനമാണല്ലോ, ഒരു കോപ്പി മെക്കാനിസമാണ്. അപ്രിഷ്യേറ്റ് ചെയ്തു. പിന്നെ ആ സ്ത്രീയുടെ പ്രൊഫൈലിൽ മരണപ്പെട്ടു പോയ ഹസ്ബൻഡിന്റെ ഫോട്ടോ കീപ്പ് ചെയ്യുന്ന ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു. അതിലൊരു ഒപ്പീനിയൻ ഇല്ല, ബിക്കോസ് ഇറ്റ്സ് ഹെർ ചോയ്സ് ടു കീപ് ഹെർ ഹസ്ബൻഡ്സ് ഫോട്ടോ. ഈ ഒരു കാര്യത്തിലും എനിക്ക് വലിയൊരു ഒപ്പീനിയൻ ഇല്ലായിരുന്നു, കാരണം അത് അവരുടെ ഇഷ്ടമാണല്ലോ. പക്ഷെ അതിനുശേഷം അരങ്ങേറിയിട്ടുള്ള പല കാര്യങ്ങളും, അതായത് ഈ രേണുസുധി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ തേടി നടന്ന് അല്ലെങ്കിൽ ഓടി നടന്ന് ഓരോരോ ഇൻ്റർവ്യൂസ് എടുക്കുന്നു, ഓരോരോ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നു, ഫോട്ടോഷൂട്ട്സ് ചെയ്യുന്നു, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നു. അപ്പോഴൊക്കെ അവിടെ കൊല്ലം സുധി എന്ന് പറയുന്ന മരണപ്പെട്ടു പോയ ആളുടെ പേരും ഒരു പ്രസൻസും ഉണ്ടെന്നുള്ളതാണ് അതിലെ ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അതായത് മരണപ്പെട്ടു പോയ വ്യക്തിയുടെ പ്രസൻസ് അവിടെ ഉണ്ട്. കാരണം ആ പ്രസൻസിനെ ആ പുള്ളിക്കാരത്തി അറിഞ്ഞോ അറിയാതെയോ അവരുടെ കണ്ടന്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ അവരത് ആ ഒരു പ്രസൻസ് അതിലേക്ക് ചെറുതായിട്ടെങ്കിലും അപ്ലൈ ചെയ്യാൻ നോക്കുന്നുണ്ടായിരിക്കാം. അതായിരിക്കാം നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾക്ക് ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഫീൽ തോന്നിയത്. ഓക്കെ, അതൊക്കെ ഒരു സൈഡിൽ നിൽക്കട്ടെ. ഇന്ന് ഈ കേസ് കറങ്ങി തിരിഞ്ഞെത്തിയിരിക്കുന്നത് അതിലും വലിയ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യത്തിലാണ്. ഓൾ ബിക്കോസ് ഓഫ് ഇൻ്റർവ്യൂസ്. ഓക്കെ, കേരള സമൂഹത്തിൽ ഇൻ്റർവ്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ന്. അതായത് നെഗറ്റീവ് വേയിൽ. കാരണം ഏതൊരുത്തിനും ഇപ്പോൾ ഇൻ്റർവ്യൂ എടുക്കാൻ നിൽക്കുവാണ്. ഏതൊരാൾക്കും ഇൻ്റർവ്യൂസിൽ അറ്റൻഡ് ചെയ്യാം, ഇൻ്റർവ്യൂസ് എടുക്കപ്പെടും അവരുടെയൊക്കെ. പിന്നെ അവർക്ക് എന്ത് കോൺട്രവേഴ്സിയും വിളിച്ചു പറയാം. പിന്നെ നെക്സ്റ്റ് ഡേ കേരളം മൊത്തം കത്താൻ നിൽക്കുന്ന സിറ്റുവേഷനിലാണിപ്പോൾ. അപ്പോൾ ഈ രേണുസുധി എന്ന് പറയുന്ന ഒരു സ്ത്രീയും ഒരുപാട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നു. അതിൽ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള മീഡിയ അതിൽ വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ 3ാമത്തെ ഭാര്യയാണ് രേണുസുധി എന്നും, ഈ 1ാമത്തെ ഭാര്യ മരണപ്പെട്ടു, 2ാമത്തെ ഭാര്യയുമായിട്ട് കൊല്ലം സുധി മാരീഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു അഫെയർ ആയിട്ടാണ് രേണു വന്നതെന്നും പറഞ്ഞുള്ള ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ട്. എൻഡ് ഓഫ് ദ ഡേ എൻ്റെ പെങ്ങൾ വെളിയിലൊന്നുമല്ല, അതുകൊണ്ട് തന്നെ എനിക്കിത് ഒറിജിനൽ ആണെന്ന് അറിയേണ്ട ആവശ്യമില്ല. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ വാർത്ത എന്ന് പറയുന്നത്. പക്ക കോൺട്രവേഴ്സിയാണ്. നമ്മുടെ സമൂഹം ഇപ്പോൾ ബിഗ് ബോസ് എല്ലാം കണ്ടിട്ട് ആ ഒരു കോൺട്രവേഴ്സി ട്രാക്ക് പിടിക്കുന്നതുകൊണ്ടും ഡ്രാമ ഇഷ്ടമുള്ളതുകൊണ്ടും തന്നെ ഇതിൽ ചാടിയും കയറി. ഈ ട്രെയിൻ പോകുന്നിടത്തിൽ അവരും കയറി. ഇപ്പോൾ അവരും നമ്മുടെ കേരള സമൂഹവും ഇൻട്രസ്റ്റഡ് ആണ് ഈ ഒരു കോൺട്രവേഴ്സിയിൽ. സോ അങ്ങനെ പബ്ലിക്കിന് നല്ല രീതിക്ക് ഇതിൽ ഇൻട്രസ്റ്റഡ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു സൈഡിൽ നിൽക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഇടയ്ക്ക് രേണുസുധി എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ ഈ ഒരു സ്ത്രീ പുള്ളിക്കാരിക്കെതിരെ നെഗറ്റീവ് ഇടുന്ന ആൾക്കാരുടെ വീട്ടിലൊക്കെ ചെന്നിട്ട് അവരെ കൺഫ്രണ്ട് ചെയ്യാൻ നോക്കുന്ന വീഡിയോ റിലീസ് ആയിട്ടുണ്ട്. അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ന് പറയുന്നത് ഒരു വ്യക്തി അതിജീവനം എന്ന് പറയുന്ന പേരിൽ തുടങ്ങിയ ഒരു സംഭവം ഒരു കംപ്ലീറ്റ് ഷിറ്റ് ഹോളായിട്ടൊരു ഡ്രാമയായിട്ട് മാറിയിരിക്കുകയാണ്. ഇതിൽ കൂടുതലും പാർട്ടായിട്ടിരിക്കുന്നത് നമ്മുടെ കേരള സമൂഹത്തിൽ ഇൻ്റർവ്യൂ ആൾക്കാരും റിയാക്ഷൻ യൂട്യൂബേഴ്സും ബന്ധപ്പെട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ രേണുസുധി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയും അവരുടെ ആ ഒരു ടീമിലുള്ള ആൾക്കാരും എല്ലാവരും ഇതിൽ ഇതുപോലെ ഓടി നടന്ന് ഇൻ്റർവ്യൂ എടുക്കുന്നതും വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നതിനും കാരണം എന്ന് പറയുന്നത് കോപ്പി മെക്കാനിസം ഒന്നും അല്ലായിരിക്കാം. ഒരു PR വർക്ക്, ലൈഫ് ഒന്ന് സെറ്റാകണമെന്നുള്ള ആഗ്രഹമായിരിക്കാം. അതവർക്ക് കിട്ടുന്നുണ്ട്. എസ്പെഷ്യലി ഫെയിം ഉണ്ട്, ഇൻ്റർവ്യൂസ് ഉണ്ട്, പണം ഉണ്ടായിരിക്കാം സ്വാഭാവികമായിട്ടും. അപ്പോൾ എൻ്റെ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ പറയാനുള്ള മെയിൻ കാര്യം എന്ന് പറയുന്നത് സ്റ്റോപ്പ് വേസ്റ്റിംഗ് യുവർ ടൈം ഇൻ ദീസ് തിങ്സ്. എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങളിത് കണ്ടിട്ട് സമയം കളയുന്ന സമയത്ത് നിങ്ങൾ വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. കാരണം ഇതൊരു വലിയ ഇഷ്യൂ ഒന്നും അല്ലെന്നേ. നമ്മുടെ ലൈഫ് അല്ലെന്നത്, നമ്മുടെ അളിയനും പെങ്ങളൊന്നും അല്ലെന്ന് ഇവർ. സോ നമ്മളിതിൽ ഇൻവെസ്റ്റഡ് ആയിട്ടിരിക്കേണ്ട കാര്യമില്ല.
ഓക്കെ, ഐ മീൻ ഇതൊരു ആക്ച്വൽ ജെന്യുവൻ ഒരു ടോക്സിക് കേസ് ആയിരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു വാർത്ത പോലെ നമുക്ക് കേൾക്കാമായിരുന്നു. ഇത് ചുമ്മാ ഇൻ്റർവ്യൂകളും പി ആർ വർക്കുമാണ്. ഇതിലെവിടെയാണ് ജെനുവിനിറ്റി ഉള്ളത്? കുറേ ഇൻ്റർവ്യൂസും കുറേ പി ആറും വരുന്നതാണോ ഒരു ജെനുവിൻ വാർത്ത എന്ന് പറയുന്നത്? ഇതിൽ ഒപ്പീനിയൻസ് എപ്പോൾ മാറിയേക്കാം, ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് എപ്പോഴും മാറിയേക്കാം, ഇതിൻ്റെ ഒരു മീനിങ് എപ്പോഴും മാറിയേക്കാം. സോ ഇതിലൊരു ജെനുവിനിറ്റി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇറ്റ്സ് ജസ്റ്റ് എ റാൻഡം ഡ്രാമ കേസ്. ഓക്കെ, പക്ഷേ ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ മരണം എന്നുള്ളതാണ് നമുക്കൊരു അക്സെപ്റ്റ് ചെയ്യാൻ പാട്. അതായത് ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഡ്രാമ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോൺട്രവേഴ്സി എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് മടി. ഐ മീൻ ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം സംഭവിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഇവൻറ്റ്സ് ചേർന്നിട്ട് ഒരു ബിഗ് കോൺട്രവേഴ്സി ആകുക, അത് മൊത്തം ചെന്നെത്തുന്നത് രേണുസുതി എന്ന് പറയുന്ന ഒരു വ്യക്തിയിലേക്ക് ആകുക എന്ന് പറയുമ്പോഴത്തേക്കും ടു മച്ച് ടു അക്സെപ്റ്റ് ആസ് എ നോർമൽ ഹ്യൂമൻ ബീങ്. ഓക്കെ, സോ പറഞ്ഞു തന്നെ ഇത്രയാണ്. ഇതൊക്കെ ജസ്റ്റ് പി ആർ വർക്കും കോൺട്രവേഴ്സിയൊക്കെയാണ്. നിങ്ങൾ നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യാതെ ഇതിൽ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, ലൈഫ് സെറ്റായിട്ട് ജീവിക്കുക, വേണ്ടത്ര ടെൻഷനൊന്നും പിടിക്കുക. ബിഗ് ബോസ് കാണാനുള്ള ഒരു ഓഡിയൻസാണ് നമ്മളെന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ആൾക്കാരെന്ന് പറയുന്നത്. അത്രയ്ക്ക് ഡ്രാമയൊക്കെ പോരെ, അതിലും കൂടുതൽ ഡ്രാമ നമ്മുടെ ലൈഫിലൊക്കെ വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ ടേക്ക് കെയർ.